ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മിനിറ്റ് ബ്രെയിൻ ഇറ്റ് പോഴ്സിൻ്റെ 6ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ഇപ്പോൾ ചെയ്യുകയാണെങ്കിൽ നൈറ്റ് ടൈം കൺവീനിയൻസ് സ്റ്റോറിലേക്ക് എന്തൊക്കെയോ ഡ്രിങ്ക്സും സംഭവങ്ങളൊക്കെ വാങ്ങാനായിട്ട് വരുന്നതാണ്. എന്നാൽ അവൻ എല്ലാം പർച്ചേസ് ചെയ്തിട്ട് ഓൺലൈനായിട്ട് പേ ചെയ്യാനായി അവൻ്റെ ഫോൺ നോക്കുമ്പോൾ അവൻ ഫോൺ എടുക്കാനായിട്ട് മറന്നുപോയി എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ അവൻ സോറി ഫോൺ എടുക്കാൻ മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് പർച്ചേസ് ചെയ്യാതെ തിരിച്ച് നടന്നു പോകുന്നുണ്ട്. നടന്നു പോകുന്ന സമയത്ത് അവൻ്റെ മനസ്സിൽ ഹഗി വരേൻ്റെ കാര്യം തന്നെയാണ് ഓർമ്മ വരുന്നത്. അവനിപ്പോൾ ഹഗി വരയുടെ അടുത്ത് ചെറിയ ഫീലിങ്സ് ഒക്കെ തോന്നി തുടങ്ങുന്നുണ്ട്. എന്നാൽ തെറ്റാണ്, താനങ്ങനെ വിചാരിക്കാൻ പാടില്ല എന്ന് അവൻ സ്വയം പറഞ്ഞിട്ട് വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ നടക്കുന്നത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിന്റെ എൻഡിങ്ങിൽ കണ്ട ഭാഗത്തിന് ശേഷമായിരുന്നു. അതായത് ഹഗിവരയുടെ ഗേൾ ഫ്രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഹഗിവര പിന്നീട് ഇത് അറിയിക്കാനായിട്ട് സെയിനെ ചെന്ന് കോൾ ചെയ്യുകയും അത് പക്ഷേ കോൾ എടുത്ത് കസുവാക്കി അറിയിക്കുകയും ചെയ്ത ഒരു കാര്യം ഇതേ സമയത്തായിരുന്നു ആ ഒരു സ്റ്റോറിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അവൻ ഫോൺ എടുക്കാൻ മറന്നതും കൊണ്ടാണ് ആ ഒരു കോൾ വന്നപ്പോൾ അത് കസുവാക്കി അറ്റൻഡ് ചെയ്തതും. പക്ഷേ നടന്ന കാര്യങ്ങളൊന്നും തന്നെ സെയ് ഇതിലായിട്ട് അറിയുന്നില്ല. ഇതേ സമയം അടുത്ത് ഹഗിവരനെ കാണിക്കുമ്പോൾ സെയിനെല്ലാം വിളിച്ചറിയിച്ചല്ലോ എന്നൊരു സമാധാനത്തിൽ അവൻ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. ചെല്ലുമ്പോൾ ആ ഒരു സ്റ്റോം ഗ്ലാസ് അവിടെ തന്നെ പൊട്ടിക്കിടക്കുന്നത് അവൻ വീണ്ടും കാണുന്നുണ്ട്. കാണുമ്പോൾ അവൻ എന്തോ അവൻ സങ്കടമൊക്കെ ആവുന്നുണ്ട്. അതിനുശേഷം പിന്നീട് സെയിനെ കാണിക്കുവാണെങ്കിൽ അവൻ തിരിച്ച് ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. എത്തുമ്പോൾ കസുവാക്കി ഒന്നും സംഭവിക്കാത്ത പോലെ നോർമലായിട്ട് തന്നെ അവൻ്റെ അടുത്ത് പെരുമാറുന്നുണ്ട്. കസുവാക്കി ചോദിക്കുന്നുണ്ട്, നീ ഇതിപ്പോൾ എവിടെയാണ് പോയെന്ന്. സെയ്യപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കടയിലേക്ക് പോയതാ, പക്ഷേ എന്ത് പറയാനാ, ഞാനാണെങ്കിൽ ഫോൺ എടുക്കാൻ പറഞ്ഞു, അതുകൊണ്ടൊന്നും പേ ചെയ്യാനും പറ്റിയില്ല, ഒന്നും വാങ്ങാനും പറ്റിയില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം കസുവാക്കി ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു, ഇവിടെ സിറ്റിയിൽ താമസിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമല്ലേ, നമുക്ക് ഇവിടുന്ന് വീട് മാറിയാലോ, ഞാനാണെങ്കിൽ ഒരു വീട് നോക്കി വെച്ചിട്ടുണ്ട്, അത് ഓൾറെഡി നമുക്ക് പൈസ കൊടുത്തേക്ക് വാങ്ങാമെന്ന് പറയുന്നുണ്ട്. ഏയപ്പോൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമോ പെട്ടെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ, അല്ല അതിപ്പോൾ എന്ത് പറ്റി പെട്ടെന്ന്, അതൊക്കെ വേണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം കസുവാക്കി നിനക്കിനി ഒരു അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് പുതിയൊരു വീട് പണിയാന്നും പറയുന്നുണ്ട്. ആ സമയം അതൊന്നും വേണ്ട, ഞാൻ ജസ്റ്റ് നീ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചോദിച്ചേ ഉള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം കസുവാക്കി അത് പിന്നെ എനിക്കെന്തോ മാറണമെന്ന് തോന്നിയെന്ന് പറയുന്നുണ്ട്. ആ സമയം സേ ഇങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെ പക്ഷേ മാറിക്കഴിഞ്ഞാൽ എനിക്കാണെങ്കിൽ വർക്കിന് വരാനായിട്ട് പാടായിരിക്കും, ഒരുപാട് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യേണ്ടി വരത്തില്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയം കസുവാക്കി നമുക്കിവിടെ ക്യാഷിന് ഇപ്പോൾ പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ, നീ വേണമെങ്കിൽ നിൻ്റെ ജോലി അങ്ങ് ക്വിറ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. പിന്നീട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും സേ ഉറങ്ങാനായി പോയി കിടക്കുന്നുണ്ട്. ബെഡിൽ കിടന്നിട്ട് അവൻ ആലോചിക്കുന്നത് കസുവാക്കി പറഞ്ഞൊരു കാര്യം തന്നെയാണ്, ഇവിടെ താമസം മാറിയാലോ എന്ന്. മാറിക്കഴിഞ്ഞാൽ ഹഗിവരെ എടുത്തത് എനിക്ക് തോന്നുന്നു ഫീലിങ്സ് മാറ്റാൻ പറ്റും, ഹഗിവരനെ മറക്കാനും പറ്റും, പുതിയൊരു ചേഞ്ചും ആവും, അതുകൊണ്ട് മാറുന്നത് തന്നെയാണ് നല്ലതെന്ന് അവൻ്റെ മൈൻഡിലേക്ക് വരുന്നുണ്ട്. ആ സമയം കസുവാക്കി അവൻ്റെ അടുത്തേക്ക് അന്ന് ബെഡിലിരിക്കുന്നുണ്ട്. കസുവാക്കി പറയുന്നുണ്ട്, നീ പുറത്തോട്ട് പോയ ടൈമിന് നിൻ്റെ ഫോണിൽ കോൾ വന്നിട്ടുണ്ടായിരുന്നു, ഹഗിവരെ എന്നും പറഞ്ഞിട്ട് ഒരാൾ വിളിച്ചതാണ്. അവൻ വന്നിട്ട് എന്തൊക്കെയോ ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതായത് അവൻ്റെ ഗേൾ ഫ്രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയെന്നോ അങ്ങനെ എന്തൊക്കെയോ, എന്താണ് സംഭവം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം പുറത്തായല്ലേ എന്നിങ്ങനെ പറഞ്ഞ ശേഷം ഹഗിവര തന്നോട് വർക്ക് ചെയ്യുന്ന പയ്യനാണെന്ന് പറയുന്നുണ്ട്. ആ സമയം കസുവാക്കി അത്രയേ ഉള്ളൂ നിങ്ങൾ തമ്മിലുള്ള ബന്ധമെന്ന് ചോദിക്കുമ്പോൾ ഇപ്പം അത്രയേ ഉള്ളൂ, വീണ്ടും ഞങ്ങൾ പഴയതുപോലെ അങ്ങനെയായി മാറിയെന്ന് പറയുന്നുണ്ട്. കസുവാക്കി അപ്പോൾ ശരിക്കും എന്താ സംഭവം എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എല്ലാം ഓപ്പണായിട്ട് തുറന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ ഫസ്റ്റ് ഇമെയിൽ വഴി മെസ്സേജ് അയച്ച് തുടങ്ങിയതാണ്, പിന്നീട് ഞങ്ങളാണെങ്കിൽ സ്വയം ആരൊക്കെയാണെന്ന് മനസ്സിലാക്കി പരിചയപ്പെട്ടു, ഞങ്ങൾ മീറ്റ് ചെയ്തു, പിന്നെ ഞങ്ങൾ തമ്മിൽ ഇൻറ്റിമേറ്റ് ആവുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. കസുവാക്കിക്ക് ഇത് കേൾക്കുമ്പോൾ എന്ത് പറയണമെന്ന് അറിയത്തില്ല. അവൻ ഉടനെ തന്നെ സേയുടെ മൊബൈൽ ഫോൺ എടുക്കാനായിട്ട് നോക്കുന്നുണ്ട്. എന്നാൽ ചെയ്യുകയാണെങ്കിൽ അതിന് തിരിച്ച് എനിക്ക് ഹഗിവരയ്ക്ക് മെസ്സേജ് അയക്കാനുള്ളതാണെന്ന് പറയുന്നുണ്ട്. സോക്കെ അപ്പോൾ നിനക്ക് അവന് മെസ്സേജ് മാത്രം അയച്ചാൽ മതി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇല്ല എനിക്കവനെ കാണണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറയാണ്. അതും കൂടെ കേൾക്കുമ്പോൾ ഇവന് നല്ല ദേഷ്യം വരുന്നുണ്ട്. കസുവാക്കി സിയുടെ മൊബൈൽ ഫോൺ ഇറങ്ങി പൊട്ടിക്കുകയാണ്. ആ സമയം ചെയ്യുകയാണെങ്കിൽ നീ എന്താ ചെയ്തതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. കസുവാക്കി ഉടനെ തന്നെ ഞാൻ എന്താ ചെയ്തതെന്നല്ലേ, ഞാൻ നിനക്കത് മനസ്സിലാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അവൻ സേയിനെ ബെഡിലേക്ക് വലിച്ച് കിടത്തുന്നുണ്ട്. എന്നിട്ട് സേ എപ്പോഴും ആഗ്രഹിച്ചിരുന്നത് ഇവനുമായിട്ട് ഇൻറ്റിമേറ്റ് ആവണം, കിസ് ചെയ്യണം എന്നൊക്കെയായിരുന്നു. അവനിപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം ചെയ്തു തുടങ്ങുന്നുണ്ട്. എന്നാൽ സേ ഇപ്പോൾ അവനങ്ങ് ഒഴിവാക്കി മാറ്റുകയാണ്. ആ സമയം കസുവാക്കി പറയുന്നുണ്ട്, നിനക്കിപ്പോൾ ഒരു പയ്യനുമായിട്ട് ഇൻറ്റിമേറ്റ് ആവാൻ പറ്റിയപ്പോഴത്തേക്കും ഇനിയിപ്പോൾ എന്നെ വേണ്ടല്ലേ, നിനക്ക് ഫസ്റ്റ് ഞാനുമായിട്ട് ഇൻറ്റിമേറ്റ് ആവണമെന്നല്ലായിരുന്നു ആഗ്രഹം, നിനക്കപ്പോൾ ഏതെങ്കിലും ഒരു പയ്യനെ മാത്രം കിട്ടിയാൽ മതിയായിരുന്നല്ലേ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ അതങ്ങനെയൊന്നുമല്ല, അവനാണ് ഫസ്റ്റ് എൻ്റെ അടുത്തോട്ട് വന്നത്, പക്ഷേ ഞാനവൻ റിജക്റ്റ് ചെയ്ത് വിട്ടില്ല, പിന്നെ അതത്ര എളുപ്പമുള്ളൊരു കാര്യമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ മറ്റാരുമായിട്ട് ഇൻറ്റിമേറ്റ് ആയാലും നീയുമായിട്ട് ഇൻറ്റിമേറ്റ് ആവാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. കസുവാക്കി അത് കേട്ടിട്ട് അതെന്തുകൊണ്ടാണെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ സേ പറയുന്നുണ്ട്, കാരണം അങ്ങനെ ഇങ്ങനെ നമ്മുടെ ഇടയിൽ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഴയതുപോലെ ഇപ്പോൾ ഉള്ളതുപോലെ ആയിരിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ കസുവാക്കി ഒന്ന് ചിന്തിക്കുന്നുണ്ട്. എന്നാൽ അവൻ വീണ്ടും സേനെ കിസ് ചെയ്യാൻ തന്നെ പോകുന്നുണ്ട്. സേ അവനെ തടയാനേ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ കസുവാക്കി നീ വേണമെന്ന് ആഗ്രഹിച്ച കാര്യം ഇതല്ലേ എന്ന് പറഞ്ഞിട്ട് അവനങ്ങ് കിസ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണ്. പിന്നെ അടുത്ത ദിവസം രാവിലെ സേ ഉറക്കം എഴുന്നേൽക്കുന്ന സമയത്ത് കസുവാക്കി ഇറങ്ങി പൊട്ടിച്ച് അവൻ്റെ ഫോണെല്ലാം അവൻ എടുക്കുന്നുണ്ട്. എൻ്റെ സ്ക്രീനെല്ലാം പൊട്ടിയിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ ഒരു ഫോൺ എടുത്തിട്ട് അതിൻ്റെ സിം കാർഡ് പുറത്തേക്ക് എടുത്ത് ആ ഒരു സിം കാർഡ് മൊത്തത്തിൽ അങ്ങ് പൊട്ടിച്ച് കളയുന്നുണ്ട്. എന്നിട്ട് അവൻ ജോലിക്ക് പോകാനായിട്ട് റെഡിയായിട്ട് കസുവാക്കിയുടെ അടുത്തേക്ക് വന്നിരിക്കുന്നുണ്ട്. രണ്ടുപേരും പരസ്പരം സോറി പറയുന്നുണ്ട്. സേ ആയപ്പോലും അങ്ങനെയൊക്കെ ചെയ്തതിന് സോറി പറയാണ്. കസുവാക്കിയും ഞാൻ നിന്നെ ഹേർട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല, സംഭവിച്ചു പോയതാണ്, ഐ എം സോറി എന്നൊക്കെ പറയുമ്പോൾ സേ അവനെ കുഴപ്പമില്ലാന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം സേ വർക്കിന് പോയിരിക്കുന്ന ടൈമിന് ഹഗിവരയാണെങ്കിൽ അവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. നമുക്കൊന്ന് ബ്രേക്ക് ആവുന്ന ടൈമിന് സംസാരിക്കാൻ പറ്റുമോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ബ്രേക്ക് ആകുമ്പോൾ രണ്ടുപേരും ഓഫീസിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ മാറി നിന്ന് സംസാരിക്കാനായി തുടങ്ങുമ്പോൾ ഹഗിവര പറയുന്നുണ്ട്, ഇന്നലെ ഞാൻ ഫോണിൽ കൂടെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഗേൾ ഫ്രണ്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയെന്ന് പറയുന്നുണ്ട്. ആ സമയം സേ പറയാണ്, നീ ഇങ്ങനെ ഫോൺ വിളിക്കുന്ന ടൈമിന് ആരാണ് കോൾ അറ്റൻഡ് ചെയ്തതെന്നെങ്കിലും നോക്കേണ്ടതായിരുന്നു, കോൾ അറ്റൻഡ് ചെയ്ത
പറയുന്നത് കസുവാക്കിയാണ്. അവൻ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി എന്ന് പറയുന്നുണ്ട്. ആ സമയം സെയിൻ്റെ അടുത്ത് നീ ഓക്കെ ആണോ എന്ന് ഹഗിവര ചോദിക്കുന്നുണ്ട്. ആ സമയം സെയ് നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്, നീ ഓക്കെ ആണോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ഹഗിവര എൻ്റെ ഫോണ് എൻ്റെ ഗേൾ ഫ്രണ്ട് കൊണ്ടുപോയി, നിനക്ക് അവളുടെ അടുത്ത് നിന്ന് കോൾ വല്ലതും വന്നായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, കോൾ വന്നാലും അറിയാൻ പറ്റത്തില്ല, എൻ്റെ ഫോണിൻ്റെ കാര്യത്തിലും തീരുമാനമായി എന്ന് പറയുന്നുണ്ട്. ആ സമയം ഹഗിവര എന്താണ് പറ്റിയത്, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തന്നോട് തുറന്ന് പറയാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം സെയ് അങ്ങനെയൊന്നും പ്രശ്നമൊന്നുമില്ല, നീ നിൻ്റെ കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ നോക്ക്, നിൻ്റെ ഗേൾ ഫ്രണ്ടായിട്ട് സംസാരിക്കുകയോ സോറി പറയുകയോ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഹഗിവര അപ്പോൾ നീ എന്താണ് ഇങ്ങനെ ഒഴുകി മാറി സംസാരിക്കുന്ന പോലെയൊക്കെ പെരുമാറുന്നത്, എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ഇതതിന് എൻ്റെ പ്രശ്നമൊന്നുമല്ലല്ലോ, പിന്നെ ഞാൻ അങ്ങനെയല്ലേ സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഹഗിവരനെ ഒഴിവാക്കി സെയ് പോകാനായി നോക്കുന്നുണ്ട്. എന്നാൽ ഹഗിവര സെയിനെ തടയുന്നുണ്ട്. ആ സമയമാണ് കഴിഞ്ഞ ദിവസം രാത്രി കസുവാക്കി സെയുടെ കഴുത്തിൽ കിസ് ചെയ്ത ഒരു പാട് കിടക്കുന്നത് ഹഗിവര കാണുന്നത്. അത് ഹഗിവര കണ്ടു എന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്കും സെയ് പറയുന്നുണ്ട്, കണ്ടില്ലേ നമ്മുടെ കാര്യം മനസ്സിലാക്കിയപ്പോഴത്തേക്കും അവന് ദേഷ്യം വന്നു, അവൻ ജലസായി. പക്ഷേ എന്താ, അവനാണെങ്കിൽ അവസാനം ഞാനുമായിട്ട് ഇൻറ്റിമേറ്റ് ആയി, ഞങ്ങളിപ്പോൾ ഓക്കെ ആയിട്ടാണ് പോകുന്നതെന്നുള്ള രീതിയിൽ അവൻ പറയുന്നുണ്ട്. എന്നാൽ ഹഗിവര അത് വിശ്വസിച്ച് വരുന്ന സമയത്ത് തന്നെയാണ് സെയുടെ കയ്യിലേക്ക് കസുവാക്കി മുറുക്കി പിടിച്ചതിൻ്റെ ആ ഒരു പാടും ഇവൻ കാണുന്നത്. ഹഗിവരയ്ക്ക് അതിലൂടെ മനസ്സിലാക്കാൻ വരുന്നുണ്ട് കസുവാക്കി സെയിനെ ഫോഴ്സ് ചെയ്തിട്ടാണ് കിസ് ചെയ്തതെന്ന്. അതുകൊണ്ട് തന്നെ ഹഗിവര നീ വെറുതെ കള്ളം പറയുന്നത് വേണ്ടാന്ന് പറയുന്നുണ്ട്. ആ സമയം സെയ്ക്ക് കരച്ചിലൊക്കെ വരുന്നുണ്ട്. ഹഗിവര നീ കരയുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്നെങ്കിലും കുറ്റം പറയും, എൻ്റെ മിസ്റ്റേക്ക് കാരണമല്ലേ ഇങ്ങനെ സംഭവിച്ചെന്ന് പറയുമ്പോഴത്തേക്കും സെയ് ആണെങ്കിൽ ഇല്ല അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് നോക്കുന്ന സമയം ഹഗിവരയുടെ കയ്യിൽ ഒരു ബാൻഡേജ് ഒട്ടിച്ചിരിക്കുന്ന കാണുന്നുണ്ട്. അങ്ങനെ നിൻ്റെ കൈക്ക് എന്താണ് പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നീ ഗിഫ്റ്റായിട്ട് ആ ഒരു സ്റ്റോം ഗ്ലാസ് പൊട്ടിപ്പോയി, അപ്പോൾ അതിങ്ങനെ വയ്ക്കുന്ന സമയത്ത് കൈ മുറിഞ്ഞതാണ്, സോറി എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം സെയ് ആണെങ്കിൽ തിരിച്ചും സോറി പറയുമ്പോൾ ഹഗിവര ഇല്ല നീ സോറി പറയരുത്, ഇതിൽ എൻ്റെ മിസ്റ്റേക്ക് മാത്രമേ ഉള്ളൂ എന്നും പറയുന്നുണ്ട്. ആ സമയം സെയ് ആണെങ്കിൽ ശരിയെന്ന് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞ് നടക്കാനേ തുടങ്ങുമ്പോൾ ഹഗിവര വീണ്ടും അവനെ വിളിക്കുന്നുണ്ട്. സെയ് അപ്പോൾ പറയുന്നുണ്ട് നമുക്ക് നമ്മുടെ വഴിക്ക് പോകുന്നതാണ് നല്ലതെന്ന്. അതിനുശേഷം ഹഗിവര തിരിച്ച് ഓഫീസിലേക്ക് വരുമ്പോഴത്തേക്കും അവനൊരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. തുറന്നു നോക്കുമ്പോഴത്തേക്കും അതെൻ്റെ മൊബൈൽ ഫോണായിരുന്നു. അവൻ്റെ ഗേൾ ഫ്രണ്ട് അവൻ ഇങ്ങോട്ടേക്ക് തിരിച്ച് പാഴ്സലാക്കി മെയിൽ അയച്ചതായിരുന്നു. മൊബൈൽ ഫോൺ ഓപ്പൺ ആക്കി നോക്കുമ്പോൾ അവൻ്റെ ഗേൾ ഫ്രണ്ട് അതിൻ്റെ അകത്ത് നമുക്കൊന്ന് മീറ്റ് ചെയ്യാം, എവിടെ വെച്ചാലും കുഴപ്പമില്ല എന്നും പറഞ്ഞ് ഒരു മെസ്സേജ് ഇട്ടേക്കുന്ന കാണുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും ഒരു കഫേയിൽ വെച്ച് മീറ്റ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നോണ്ടേ തന്നെ ഹഗിവരയാണെങ്കിൽ സോറി പറയുന്നുണ്ട്. ആ സമയം അവൻ്റെ ഗേൾ ഫ്രണ്ട് നീ എന്തുകൊണ്ടാണ് ആ ഒരു പയ്യനെ ചൂസ് ചെയ്തത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ മെസ്സേജസും ഇമെയിലും എല്ലാം വായിച്ചായിരുന്നു, മുമ്പ് വിചാരിച്ചിരുന്നത് ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ ഫോണൊന്നും എടുത്ത് നോക്കാത്ത ടൈപ്പ് ഒരു പെൺകുട്ടിയാണെന്നാണ്, പക്ഷേ ഞാൻ അങ്ങനെ അല്ലാന്ന് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയെന്ന് പറയുന്നുണ്ട്. എൻ്റെ ഹഗിവരയോട് സംസാരിക്കാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ അവനാണെങ്കിൽ ഇല്ല നിനക്ക് പറയാനുള്ളത് ആദ്യം പറയാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അവൾ പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ ഇപ്പോഴും തന്നെ ഇഷ്ടമാണ്, ഒത്തിരി ഇഷ്ടമാണ്, നീ ഒരു പെൺകുട്ടിയായിട്ടായിരുന്നു ഇൻറ്റിമേറ്റ് ആയിരുന്നതെങ്കിൽ ഒരുപക്ഷെ എനിക്കത് മറന്നു കളയാൻ പറ്റുമായിരുന്നു, പക്ഷേ നീ ഒരു പയ്യനുമായിട്ട് ഇൻറ്റിമേറ്റ് ആയത് എനിക്കെന്തോ അത് വിട്ടു കളയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, നിനക്ക് ഞാനുമായിട്ട് ഇൻറ്റിമേറ്റ് ആവാൻ പറ്റിയില്ലെന്ന് കരുതി നീ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളുമായിട്ട് ചെന്നെങ്കിൽ ഇൻറ്റിമേറ്റ് ആവും, നീ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ഹഗിവര അങ്ങനെ നല്ല കാര്യങ്ങൾ എൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന എനിക്ക് ഓപ്പണായിട്ട് തുറന്ന് പറയാൻ പറ്റുന്ന ഒരാളെ ഞാൻ മീറ്റ് ചെയ്തു, അതാണ് അവനെന്ന് പറയുന്നുണ്ട്. ആ സമയം എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, നീയാണെങ്കിൽ ആ ഒരു അവൻ അയച്ച എല്ലാ മെസ്സേജിലും ഒരെണ്ണത്തിൽ പോലും നീ എന്നെക്കുറിച്ച് മോശം പറഞ്ഞിട്ടില്ല, നീ എന്നെ ശരിക്കും സ്നേഹിച്ചിട്ടുണ്ട്, നല്ലതുപോലെ തന്നെയാണ് സ്നേഹിച്ചിട്ടുള്ളത്, അതിലെനിക്ക് ഒത്തിരി സന്തോഷമുണ്ടെന്ന് പറയാണ്. ഇതിൽ ഹഗിവരയോട് നീ തന്നെ നമുക്ക് ബ്രേക്കപ്പ് ആവാമെന്ന് പറഞ്ഞു, എന്നെ കൊണ്ടത് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ എനിക്ക് ഇപ്പോൾ ഇഷ്ടമുള്ള മറ്റൊരാളുണ്ട്, നമുക്ക് ബ്രേക്കപ്പ് ആവാമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അവൾക്ക് നല്ല സങ്കടം വരുന്നുണ്ട്, അവനും സങ്കടം വരുന്നുണ്ട്. അവളപ്പോൾ ഐ എം സോറി ഓക്കെ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവൾ അവിടെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. അവൾ പോകുന്നതും അവൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നത്. സോ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ഇട്ടുവരുന്നവരെ ബൈ.